വെസ്റ്റ് നൈൽ ഫീവർ അഥവാ WNF. ഇതൊരു രോഗമാണ്, കൊതുകുകളിൽ നിന്നും പരക്കുന്ന ഒരു രോഗം. ഇതിപ്പോൾ കേരളമടക്കം കാര്യമായി കണ്ടുവരുന്ന ഒരു രോഗമാണ്. കോഴിക്കോടും മലപ്പുറത്തും 10 പേർക്കാണ് ഇന്നലെ ഈ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 4 പേരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. സാധാരണ പനി വരുമ്പോൾ മനുഷ്യ ശരീരങ്ങളിൽ കാണുന്ന പല ലക്ഷണങ്ങളും ഇതിൻ്റെ ഭാഗമായി ശരീരത്തിൽ പ്രകടമാകും. പനി, തലവേദന എന്നിവ സാധാരണയായി മനുഷ്യ ശരീരത്തിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. എന്നാൽ അപസ്മാരവും പെരുമാറ്റത്തിലെ വ്യത്യാസവും കൈകാൽ തളർച്ചയും ബോധക്ഷയവുമൊക്കെ ഈ രോഗത്തെ സാധാരണയുള്ള രോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില ലക്ഷണങ്ങളാണ്. കേരളത്തിൽ ഈ രോഗം സ്ഥിരീകരിച്ചവരുടെ രക്തവും നട്ടലിൽ നിന്നുള്ള നീരും ശേഖരിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഇത് വെസ്റ്റ് നൈൽ ഫീവർ എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. പൂനെയിലെ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ രോഗം കൃത്യമായി സ്ഥിരീകരിച്ചത്. എന്നാൽ എന്താണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം? എവിടെ നിന്നാണ് ഈ രോഗം ഉത്ഭവിച്ചത്? എന്തൊക്കെ പ്രതിരോധമാണ് ഇതിനെ ചെറുത്തു നിർത്തുവാൻ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? പരിശോധിക്കാം. രണ്ടായിരത്തി 24 ആണ് നമ്മൾ നിൽക്കുന്നത്. ശാസ്ത്രം അത്രമേൽ വളർന്നു, ആരോഗ്യ മേഖല അതിലും വലുതായി വളർന്നു. പക്ഷേ 1937 ഉഗാണ്ടയിൽ ഉത്ഭവിച്ച വെസ്റ്റ് നൈൽ ഫീവർ അഥവാ WNF എന്ന ഈ രോഗത്തിന് ഇപ്പോഴും ഒരു പ്രതിരോധ മരുന്ന് കണ്ടെത്തുവാൻ ആരോഗ്യ മേഖലയ്ക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, രോഗം ബാധിച്ച 75% പേരിലും രോഗലക്ഷണം കാണിക്കുകയില്ല. 20% പേരിൽ പനി, തലവേദന, ഛർദിൽ, സന്ധിവേദന അടക്കമുള്ള രോഗലക്ഷണങ്ങളാണ് കാണിക്കാറ്. 1% പേരിൽ ഈ രോഗം അവരുടെ മസ്തിഷ്കത്തെ ബാധിക്കും. ഈ രോഗത്തെ സംബന്ധിച്ച് ഒരു പ്രായപരിധി ഒന്നും തന്നെയില്ല. എന്നാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ രോഗം പിടിക്കപ്പെട്ടാൽ കാര്യം കുറച്ചു ഗുരുതരമാണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക. ഇനി ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സാധാരണയായി പരക്കുമോ? ഇല്ല. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ അസുഖം പടർന്നു പിടിക്കില്ല. എന്നാൽ മൃഗങ്ങളെ, അതായത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ ക്യുലെക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഈ കൊതുക് കടിക്കുകയും അവർക്ക് ഈ രോഗമുണ്ടെങ്കിൽ അതേ കൊതുക് മറ്റൊരു മനുഷ്യനെ കടിച്ചാൽ ആ മനുഷ്യന് ഈ രോഗം വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ അദ്ദേഹത്തെ പരിചരിക്കുന്നത് കൊണ്ടോ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകുന്നത് കൊണ്ടോ പരിചരിക്കുന്ന ആൾക്ക് ഈ രോഗം വരുവാനുള്ള സാധ്യതയില്ല. എന്നാൽ പനി വന്ന ആളുടെ കുടുംബാംഗം കാര്യമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സ്വാഭാവികമായും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തു നിന്നുമായിരിക്കും ഈ കൊതുക് കുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ അത് നിങ്ങളിലേക്കും പരക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കൊതുക് മുട്ടയിടുവാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളും വൃത്തിയാക്കുക. ഒപ്പം ജനാലകൾ, കിടക്കുന്ന കട്ടിൽ, അവിടെയെല്ലാം നെറ്റ് കൊണ്ട് മൂടുക. കൊതുകിനെ തുരത്തുവാൻ കഴിയുന്ന യന്ത്രോപകരണങ്ങളോ അല്ലാത്തവയോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. ശരീരത്ത് കൊതുക് കടിക്കാതിരിക്കുവാനുള്ള മരുന്നുകളോ അല്ലാതെ മറ്റെന്തെങ്കിലും ഓയിൽമെൻറ്റുകളോ ഉണ്ടെങ്കിൽ അത് ശരീരത്ത് പുരട്ടിയതിനു ശേഷം മാത്രം പുറത്ത് ജോലി ചെയ്യുവാനോ ഉറങ്ങുവാനോ പോവുക. ആരോഗ്യകരമായ ശരീരമുള്ള ഒരു മനുഷ്യനെ ഈ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ സാധാരണ പനി പോലെ വന്നു പോകുവാൻ തന്നെയാണ് സാധ്യതകൾ ഏറെ. എന്നാൽ കൊതുക് കടിയേറ്റ ആളുടെ ശരീര രീതിയും അയാളുടെ ദിനംപ്രതിയുള്ള ആഹാര രീതിയും അനുസരിച്ചായിരിക്കും ആ രോഗം എങ്ങനെ അയാളിൽ കാര്യമായി ബാധിക്കുന്നു എന്നുള്ളത്. പ്രതിരോധശേഷി കുറവുള്ളവർ, ക്യാൻസർ രോഗം പിടിപെട്ടവർ, മറ്റേതെങ്കിലും തരത്തിലുള്ള മൂർധന്യാവസ്ഥയിലുള്ള രോഗമുള്ളവർ, ഷുഗർ ഉള്ളവർ, പ്രഷറുള്ളവർ, അങ്ങനെ ശാരീരികപരമായി നിങ്ങളെ തളർത്തുവാൻ ശേഷിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള രോഗമുള്ളവരുണ്ട് എങ്കിൽ അവർ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കണം. കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു എറണാകുളം കുമ്പളങ്ങിയിൽ ഇതേ രോഗം സ്ഥിരീകരിച്ചത്. അന്ന് രോഗം പിടിപെട്ടയാൾ മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും കേരളത്തിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാത്ത, എന്നാൽ കൊതുകുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അതിതീവ്രമായ ഈ അസുഖത്തെ
ബോധപൂർവമായുള്ള പരിചരണം കൊണ്ടും ബോധപൂർവമായുള്ള പ്രതിരോധം കൊണ്ടും ചെറുത്തു നിൽക്കുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ദയവായി സ്വയം ചികിത്സിക്കാതിരിക്കുക. ഇത്തരത്തിൽ ഏതെങ്കിലും ലക്ഷണം കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പോവുക. വീണ്ടും പറയാം, സ്വയം ചികിത്സ അരുത്.